മീറ്റിംഗും അതുപോലെ തന്നെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ മീറ്റിംഗും ഉണ്ടായിരുന്നു. സതീഷ പറ. സാറ് മട്ടാഞ്ചേരിയിലെ കേസിലെ പ്രതിയുടെ ലൊക്കേഷൻ ട്രേസ് ആയിട്ടുണ്ട്. ഓ ഗുഡ്. ഇതെവിടെ സ്ഥലം? സാറേ അത് കൊല്ലം ചവറ. ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. ഓ കൊല്ലം സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരുന്നല്ലോ അല്ലേ? ആ ഇൻഫോം ചെയ്തു സാർ. ഓക്കെ. പിന്നെ ജെയിംസ് സാറോടും കൂടി ഒന്ന് അറിയിക്കണേ. ആ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലാണ്. ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്തോളാം. ഓക്കെ ഷുവർ. ഡോക്ടർ പ്രീത, മേ ഐ കം ഇൻ? ACP സാർ, ഇത്ര പെട്ടെന്ന് വന്നോ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഞാൻ ചുമ്മാ പറഞ്ഞാടാ. OP ഇപ്പം അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. ഓ എന്താണ് പെട്ടെന്ന് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നിനക്ക് തിരക്കുണ്ടോ? അല്ലടി, പോകുമ്പോൾ മട്ടാഞ്ചേരി സ്റ്റേഷനിലൊന്ന് കയറണം. നീ പറഞ്ഞു. ആ എന്നാ ഞാൻ നേരെ കാര്യം പറയാം. ഡാ, ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് ഹോസ്പിറ്റലിൽ നടന്ന അബോർഷൻ കേസുകളുടെ ലിസ്റ്റാണ്. കോൺഫിഡൻഷ്യാലിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് ഐ ക്യാൻ ഷോ യു ദ നെയിംസ് ഓഫ് കപ്പിൾസ്. ദാറ്റ്സ് വൈ ദീസ് നമ്പർ കോഡ്സ്. നീ അതിൽ അവസാനത്തെ 4 പേജൊന്ന് നോക്കിക്കേ. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ എനിക്ക് 76 അബോർഷൻസാണ് ചെയ്യേണ്ടി വന്നത്. ഓ, അതിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ വെറും 10 എണ്ണം. അതായത് അബോർഷൻസിൻ്റെ എണ്ണം ഏതാണ്ട് 8 ഇരട്ടിയോളം കൂടി. ആ കമ്മിങ്. താങ്ക്സ്. ഡാ, എനിക്കെന്താ ഡൗട്ട് അടിക്കുന്നുണ്ട് ഇതിൽ. കാരണം ഒരു 10% കേസിലേ ഞാൻ കപ്പിൾസിന് MTP സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അമ്മയ്ക്കും ഫീറ്റസിനും ഹാമായിട്ട് വരുന്ന കേസുകളിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ മെൻ്റലി ട്രോമ വരുന്ന, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എ റേപ്പ് വിക്ടിം ഒക്കെയാണ് ഒരു ഡോക്ടർ MTP സജസ്റ്റ് ചെയ്യുക. ഹിയർ അബോർഷൻസ് ആർ എ കൈൻഡ് ഓഫ് എ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒരു 10% കേസ് മിസ്കാരേജ്, അത് ഈ സ്പോണ്ടേനിയസ് അബോർഷൻസ് എന്നുള്ളത് വിച്ച് ഈസ് പ്യൂർലി എ മെഡിക്കൽ കണ്ടീഷൻ. സോ ഈ മറ്റ് അബോർഷൻ കേസുകളുടെ എണ്ണം കൂടിയതാണ് നിനക്ക് സംശയം വരാൻ കാരണം? എക്സാക്ട്ലി. കാരണം ഈ കഴിഞ്ഞ 2 മാസം ആദ്യം ഹാപ്പി ആയിട്ട് വന്ന കപ്പിൾസ് പോലും പിന്നെ സെക്കൻഡ് വിസിറ്റിന് അബോർഷൻസ് ആവശ്യപ്പെട്ട് വരിക. നേരത്തെ ഞാൻ ഈ പറഞ്ഞ 8 ഇരട്ടിയോളം ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് ഈ കാറ്റഗറിയിലാണ്. ഓക്കെ. പിന്നെ ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് അല്ലല്ലോ, ഒരു ചോയ്സ് അല്ലേ. അപ്പോൾ പിന്നെ ഇത് ചെയ്യാതെ നിവർത്തിയില്ല. സോ യു തിങ്ക് someone is behind all this? യാ, ഞാനത് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. നീ സമയം കിട്ടുന്നതനുസരിച്ച് ഇതൊന്ന് പേഴ്സണലായിട്ട് അന്വേഷിക്കാൻ പറ്റുമോ? കുറച്ച് പണിയാണ്. എന്നാലും ഞാൻ നോക്കട്ടെ. എനിക്ക് ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടി വരും. എന്തൊക്കെയാ വേണ്ടേ? ലൈക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, എസ്പെഷ്യലി നിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ. ആ ഷോ, 1 മിനിറ്റ്. ആ അതിരാ, എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ACP ബിബിൻ ഇപ്പം അങ്ങോട്ട് വരും. ഓക്കെ, അദ്ദേഹം ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് കൊടുക്കണം. ഏത് ഫയലാ മാഡം? അത് ബിബിൻ പറയും. ഓക്കെ, താങ്ക് യു. ഓക്കെ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇത് ഞാൻ നോക്കിയിട്ട് പറയാം. നിനക്ക് കുറച്ച് തക്കാളി വേണോ? ജൈവനാ. ഓ വേണ്ട, നമുക്ക് കുറച്ച് മരുന്നടിച്ചൊക്കെ പറ്റും. ശരി എന്നാ കാണാം. ആ ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഓ, ആസ് പെർ യു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇതിൽ റോളൊന്നും ഇല്ല? ഇല്ല സാർ. ആ ഓക്കെ സതീഷ്.
ആ ബിബിനെ പറയടാ. എടി നീ കിടന്നിരുന്നോ? ഏയ് നീ പറഞ്ഞോ. ഞാനേ നിന്റെ കേസ് നോക്കിയിരുന്നു. ആ അപ്പോൾ എനിക്ക് നിന്റെ ചെറിയൊരു ഹെൽപ്പും കൂടി വേണം. അതായത് ഈ ആഴ്ച നിന്റെ ഒ പിയിൽ വരുന്ന പുതിയ പ്രഗ്നന്റ് ലേഡീസിൻ്റെയും കപ്പിൾസിൻ്റെയും ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരാൻ പറ്റുമോ ഈ സാറ്റർഡേ ഈവനിങ്? ആ പിന്നെന്താ, നോ പ്രോബ്ലം. ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു, അതാ. പിന്നെ ഡേവിഡ് എന്തിയേ? ആ ഉറങ്ങി. അതൊന്നും വിഷയമല്ല. എനിവേ താങ്ക് യു. നീ ഇതിപ്പോൾ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയല്ലോ. എന്നാൽ നീയും കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. വായിരിക്കും. ആ നിനക്ക് കോഫി പറയട്ടെ? ആ ചേട്ടാ 2 കോഫി. ഷീ ഈസ് ദ റീസൺ. കമല ചേച്ചി, നീ പറഞ്ഞ എല്ലാ കപ്പിൾസിനെയും അബോർഷൻ ചെയ്യാൻ പ്രേരിപ്പിച്ച ഇൻസ്റ്റിഗേറ്റർ. നിന്റെ ഹോസ്പിറ്റലിൽ ഗോവക്കാരിയായ കമല ജോയിൻ ചെയ്യുന്നത് ഏതാണ്ട് 2 മാസം മുമ്പ്. നിന്റെ ഒ പിയിലും ഓപ്പറേഷൻ തിയേറ്ററിലും വർക്ക് ചെയ്യുന്ന കമലയ്ക്ക് ഇവിടെ വരുന്ന എല്ലാ കപ്പിൾസിനെയും ഡീറ്റെയിൽസ് അറിയാം. അതുമാത്രമല്ല, നീ പറഞ്ഞ ഈ ഡൗട്ട്ഫുൾ അബോർഷൻസ് ചെയ്ത എല്ലാ കപ്പിൾസിനെയും കമല നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ, ഷീസ് നോട്ട് കമല, ഷീസ് കാരോളിൻ മാനുവൽ. ഏതാണ്ട് 45 മിനിറ്റോളം കമല ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇതേ കപ്പിൾ കഴിഞ്ഞ ആഴ്ച അബോർഷൻ ചോദിച്ചു വന്നു എന്ന് നീ പറഞ്ഞപ്പോൾ ഐ ഗോട്ട് എ ഹിഞ്ച്. ഷീ ഈസ് നോട്ട് ജസ്റ്റ് കമല, ഷീ വിൽ ഹാവ് എ സ്റ്റോറി. സോ ഐ ബ്രോക്ക് ഇൻ ടു ഹർ ഹൗസ്. Still, there were so many questions left, and she was the only person who could answer it. So, I decided to meet her personally. അപ്പോൾ കമല ചേച്ചി, ഈ കഥയുടെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയാം, ബാക്കി കമല ചേച്ചി പറയണം. ഓക്കെ?
കമല ജനിച്ചത് 1958 മെയ് 21 കൊച്ചി മട്ടാഞ്ചേരി. പക്ഷേ വളർന്നതും പഠിച്ചതുമൊക്കെ ഗോവ വാർക്കോണ്ട്, അമ്മയ്ക്കും വളർത്തച്ഛനൊപ്പം. 1977 വളർത്തച്ഛനും അമ്മയ്ക്കും ഉണ്ടായ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ജനിച്ച് 10 ദിവസം പ്രായം വരുന്ന 18 കുഞ്ഞുങ്ങളെ കൊന്ന കേസിൽ 30 വർഷം ജയിൽ കിടന്ന ദ ഇൻഫേമസ് ജാർ ലേഡി കാരോളിൻ മാനുവൽ. Yes, I am that same Caroline. She was a serial killer? യെസ്. 10ാമത്തെ വയസ്സിൽ രണ്ടാനച്ഛൻ്റെ വരവോടുകൂടിയാണ് കരോളിന് മാനസിക പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ കൊല്ലപ്പെട്ട 19 കുട്ടികളിൽ 3 കുട്ടികളുടെ ഡെഡ് ബോഡി മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഈ ഡെഡ് ബോഡീസ് മുഴുവൻ കഷ്ണങ്ങളാക്കി ജാറിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ബാക്കി കൊലപാതകങ്ങളൊക്കെ പ്രതി സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. 1978 കരോളിനെ ആദ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രായവും മാനസിക പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് അന്ന് വധശിക്ഷയൊന്നും ഒഴിവാക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ കപ്പിൾസിനെ കൊണ്ട് അബോർഷൻ ചെയ്യിപ്പിക്കുന്നതിൽ ഇവർക്കെന്താ കിട്ടുന്നേ? എനിക്കോ 30 വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്കും അയാൾക്കും ഉണ്ടായ അതിനെ കൊന്നിട്ട് അതിൻ്റെ ബ്ലഡും ബോഡി പാർട്സും കണ്ടപ്പോൾ കിട്ടിയ ഒരു കിക്കുണ്ടല്ലോ സാറേ, അതേ കിക്ക്. മനസ്സിലായില്ലേ സാറേ? നേരത്തെ ഞാൻ 9 മാസം പ്രായത്തിങ്ങളെ കൊന്നത്. അപ്പോൾ കേസായി, ജയിലായി, എൻ്റെ 30 വർഷം പോയി കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഒരു സേഫ്റ്റിക്ക് ഞാൻ 2 മാസം പ്രായത്തിങ്ങളെ ആക്കി. അത്രേ ഉള്ളൂ. And one more thing. Now I have so many partners also. So many selfish partners. ഗോവയിൽ 19 സ്ഥലങ്ങളിൽ നിന്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. അവരൊക്കെ സ്വന്തം ഗോഡൗണിൽ വെച്ച് കൊലപ്പെടുത്തി എന്നാണ് പ്രതിയുടെ മൊഴി. നിങ്ങൾക്ക് ഞാനൊരു ഭാരമല്ലേ? എന്നെ പോലൊരു ജീവൻ ഇനി നിങ്ങൾക്ക് ഭാരമാവരുത്. അതുകൊണ്ടല്ലേ, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ലല്ലോ, ഇഷ്ടം കൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യണേ. നിങ്ങളെപ്പോലെ വേറെയും അച്ഛനമ്മമാരുണ്ടാവില്ലേ? അവരെയും ഞാൻ സഹായിക്കണ്ടേ? We can eat the fruits of our own mistakes. So why do we all sit and suffocate? You might think that this is lame, but what we both do is the same.
അബോർഷൻ സജസ്റ്റ് ചെയ്തവരെ കാണാത്തത്? സാറിനോട് പ്രീത മാം പറഞ്ഞിട്ടില്ലേ, ദാറ്റ് ഈസ് ജസ്റ്റ് എ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഐ ആം നോട്ട് എ ഡോക്ടർ. പിന്നെ എന്തിനായിരുന്നു ഇതെല്ലാം? സാറേ, ഇപ്പം ഈ റൂമിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഈ ചെറിയ റൂമിലേക്ക് ഒരാളും കൂടി വന്നാലോ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ ഒരാളും കൂടി വന്നാലോ പാവൻ്റെ മമ്മയ്ക്കും ഡാഡിക്കും ഞാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനിടയ്ക്ക് പുതിയ ഒരാളും. അത് ഞാനങ്ങ് തീർത്തു. അല്ലേലും ഒന്ന് ചെയ്താലല്ലേ മറ്റൊന്നിന് വളാവുള്ളൂ. So, officer, you want to arrest me for this? You know, I'm doing the same thing I was doing before. But no, you can't, because it's just a choice. Parents' choice. പിന്നെ സാറേ, ഇവരൊന്നും ബ്രെയിൻ വാഷ് ചെയ്യാൻ എനിക്ക് ഒരുപാടൊന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. മാഡം, എന്താ വേണ്ടത്? കോഫി ഓർ ടീ? What's your choice? ശിക്ഷ കഴിഞ്ഞിറങ്ങിയത് 2008 സെപ്റ്റംബർ 28. ഇവിടെ ജോയിൻ ചെയ്തത് 2 മാസം മുമ്പ്. നിയർലി 10 years. ആ 10 വർഷം നീ എവിടെയായിരുന്നു?